ഹായ് ഓൾ, എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻട്രിയിലേക്ക് സ്വാഗതം. അപ്പോൾ കേരള PSCയുടെ പുതിയൊരു അപ്ഡേറ്റ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനാണ് ഈ ഒരു വീഡിയോയിൽ വന്നിരിക്കുന്നത്. അതായത് PSC ഡിസംബർ 1 ചേർന്നിട്ടുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില യോഗ തീരുമാനങ്ങളുണ്ട്. അതിൽ ചില തസ്തികളിലേക്കുള്ള ഷോർട്ട് ലിസ്റ്റ് തയ്യാറാക്കുന്നുണ്ട്, ചില തസ്തികളിലേക്ക് നോട്ടിഫിക്കേഷൻ വരാൻ പോകുന്നുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഓൾറെഡി ഒരു ജനറൽ വീഡിയോ നമ്മൾ ഓൾറെഡി നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഇലക്ട്രിക്കലുകാർ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട ഈ ഒരു പുതിയ യോഗ തീരുമാനങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ്. അപ്പോൾ ഇലക്ട്രിക്കലുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ അപ്ഡേറ്റുകളും നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, ഈ ഒരു ചാനലിലൂടെ നമ്മൾ നിങ്ങളിലേക്ക് എത്തിക്കാറുണ്ട്. എല്ലാ ടെക്നിക്കൽ ന്യൂസുകൾ ഏറ്റവും ആദ്യം നിങ്ങളിലേക്ക് എത്തിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് എൻട്രി ആപ്പ്. അപ്പോൾ എൻട്രിയുടെ ഈ ഒരു യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക. അപ്പോൾ എന്തൊക്കെയാണ് ഇപ്പോൾ പുതുതായിട്ട് വന്നിരിക്കുന്ന ഈ ഒരു യോഗ തീരുമാനത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ, അതായത് 2025 ഡിസംബർ 1 ചേർന്ന കമ്മീഷൻ യോഗ തീരുമാനങ്ങളാണ്. അപ്പോൾ ഇതിൽ ഏറ്റവും പ്രധാനമായിട്ടും നമ്മൾ ഓൾറെഡി മെക്കാനിക്കലിൻ്റെ ഒക്കെ ഓപ്പർച്യൂണിറ്റീസിനെ കുറിച്ച് ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. മെക്കാനിക്കലും അതേപോലെ തന്നെ സിവിലും ഒക്കെ ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അതേപോലെ ഇലക്ട്രിക്കലിൽ വന്നിരിക്കുന്ന നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, അതിൽ ആദ്യത്തെ നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ പട്ടികജാതി വികസന വകുപ്പിൽ ട്രെയിനിങ് ഇൻസ്ട്രക്ടർ അഥവാ ഇലക്ട്രീഷ്യൻ എന്ന് പറയുന്നത് നേരിട്ടും തസ്തിക മാറ്റം മുഖേന രണ്ട് രീതിയിലുണ്ട് കേട്ടോ. അപ്പോൾ അത് ഒരു സ്പെഷ്യൽ റിക്രൂട്ട്മെൻ്റ് ആണ്. പട്ടികജാതി വികസന വകുപ്പിൽ ട്രെയിനിങ് ഇൻസ്ട്രക്ടർ ഇലക്ട്രീഷ്യൻ നേരിട്ടുമുണ്ട്, അതേപോലെ തന്നെ തസ്തിക മാറ്റം വഴിയുണ്ട്. ഇനി രണ്ടാമത് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കേരള വാട്ടർ അതോറിറ്റിയിൽ ഡ്രാഫ്റ്റ്സ്മാൻ ഗ്രേഡ് 2 പോസ്റ്റ് വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു തസ്തികയിലേക്കുള്ള നോട്ടിഫിക്കേഷൻ നമുക്ക് പ്രതീക്ഷിക്കാം. അതേപോലെ തന്നെ മൂന്നാമതായിട്ട് കേരള വാട്ടർ അതോറിറ്റിയിൽ ഇലക്ട്രീഷ്യൻ പോസ്റ്റിലേക്ക് വിളിച്ചിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും കേരള വാട്ടർ അതോറിറ്റിയിലേക്കുള്ള ഇലക്ട്രീഷ്യൻ പോസ്റ്റിൽ അത്യാവശ്യം നല്ല രീതിയിൽ വേക്കൻസീസ് ഒക്കെ വരാൻ സാധ്യതയുള്ള ഒരു ഇലക്ട്രീഷ്യൻ പോസ്റ്റാണ്. നിങ്ങൾക്കറിയാം, കേരള വാട്ടർ അതോറിറ്റി എന്ന് പറയുമ്പോൾ അത്യാവശ്യം ഒരുപാട് വേക്കൻസീസ് വരുന്ന ഒരു പോസ്റ്റ് തന്നെയായിരിക്കും, യാതൊരു സംശയവുമില്ല. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ അപ്ഡേറ്റുകൾ നിങ്ങളുമായിട്ട് നോട്ടിഫിക്കേഷൻ വന്ന ഉടനെ തന്നെ. അപ്പോൾ ഈ ഒരു പോസ്റ്റുകളിലേക്കുള്ള ഏകദേശം 66ഓളം പോസ്റ്റുകളിലേക്കുള്ള വിജ്ഞാപനമാണ് പ്രസിദ്ധീകരിക്കാൻ പോകുന്നത്. അത് പ്രസിദ്ധീകരിക്കുന്ന മുറക്ക് തന്നെ നമ്മൾ ഈ ചാനലിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇലക്ട്രീഷ്യൻ പോസ്റ്റ് നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് കാണാം. ഓൾറെഡി ഒരുപാട് പേർക്കുള്ള സംശയമാണ് KCB വർക്കർ നോട്ടിഫിക്കേഷൻ ഇതിൽ വന്നിട്ടില്ലല്ലോ എന്നുള്ളത്. തീർച്ചയായിട്ടും KCB വർക്കർ നോട്ടിഫിക്കേഷൻ വൈകാതെ തന്നെ, ഇനിയും ഇതേപോലുള്ള യോഗങ്ങൾ ഉടനെ തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. അത്തരം നോട്ടിഫിക്കേഷൻ നമുക്ക് പ്രതീക്ഷിക്കുക തന്നെ ചെയ്യാം. ഒരുപക്ഷെ ജനുവരിയിലോടുകൂടി തന്നെ നോട്ടിഫിക്കേഷൻ വരുമെന്നാണ്. കാരണം PSCക്ക് റിപ്പോർട്ട് ചെയ്യണമെന്നുള്ള കൃത്യമായിട്ടുള്ള ഇൻസ്ട്രക്ഷൻ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, നേരത്തെ പറഞ്ഞിട്ടുള്ള ആ ഒരു നോട്ട്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യമാണ്. ഇനി ഇത് കൂടാണ്ട് ഇലക്ട്രിക്കൽ സംഭവിച്ചിരിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ് എന്ന് പറയുന്നത്, താഴെ പറയുന്ന തസ്തികളിലേക്ക് ചുരുക്കപ്പട്ടിക പ്രസിദ്ധീകരിക്കും. അതിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് കേരള ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ് വകുപ്പിൽ അസിസ്റ്റന്റ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ കാറ്റഗറി നമ്പർ 96/2025 എന്ത് ചെയ്യാൻ പോവുകയാണ്, ചുരുക്കപ്പട്ടിക പ്രസിദ്ധീകരിക്കാൻ പോവുകയാണ്. എന്ന് വെച്ചാൽ വളരെ ഫാസ്റ്റ് ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്, കേരള PSC മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതിൻ്റെ ഏറ്റവും മികച്ച എക്സാമ്പിൾ തന്നെയാണ് അസിസ്റ്റന്റ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ പോസ്റ്റിലേക്കുള്ള ആ ഒരു ഷോർട്ട് ആയിട്ടുള്ള ലിസ്റ്റ് പബ്ലിഷ് ചെയ്യാൻ പോവാണ്. അതിനുശേഷം ഇന്റർവ്യൂ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതെല്ലാം കൃത്യമായിട്ട് ഫോളോ അപ്പ് എടുക്കുന്നതായിരിക്കും. നമ്മൾ അതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ അപ്ഡേറ്റുകൾ ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാ ഡിപ്പാർട്ട്മെന്റിലും ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഇലക്ട്രിക്കൽ ആണെങ്കിലും മെക്കാനിക്കൽ ആണെങ്കിലും സിവിൽ ആണെങ്കിലും എല്ലാ ബ്രാഞ്ചസിലും ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അപ്പോൾ ഇത് നേടിയെടുക്കണമെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ടുള്ള പ്രിപ്പറേഷൻ സ്ട്രാറ്റജി വേണം. ഇപ്പോൾ നിങ്ങൾ ഇലക്ട്രീഷ്യൻ തസ്തികേൻ്റെ ഒരു വലിയ ഇമ്പോർട്ടൻസ് നിങ്ങൾക്കറിയാം. ഇലക്ട്രീഷ്യൻ ഒരുപാട് ചെറിയ ചെറിയ എക്സാംസുകളാണെങ്കിലും കഴിഞ്ഞ നോട്ടിഫിക്കേഷനിലാണെങ്കിലും വന്നിട്ടുണ്ട്. എല്ലാ നോട്ടിഫിക്കേഷനിലും ഇലക്ട്രീഷ്യൻ വരുന്നുണ്ട്. പലരും ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു പോസ്റ്റാണ് ഈ ഒരു ഇലക്ട്രീഷ്യൻ പോസ്റ്റ് എന്ന് പറയുന്നത്. സോ ഇത്തവണ ഒരിക്കലും നിങ്ങൾ അത് മിസ് ചെയ്യരുത്. ഇലക്ട്രീഷ്യൻ പോസ്റ്റിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു ഉദ്യോഗാർത്ഥിയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, താഴെ കൊടുത്തിരിക്കുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക. അതേപോലെ തന്നെ ഓൾറെഡി നമ്മൾ KCB സബ് എഞ്ചിനീയർ, നമ്മൾ എല്ലാ വീഡിയോയിലും പറയുന്നതാണ്, KCB സബ് എഞ്ചിനീയറിന്റെ റാങ്ക് ലിസ്റ്റ് 2026 എക്സ്പയർഡ് ആവാൻ പോവാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് സ്വാഭാവികമായിട്ടും പുതിയൊരു നോട്ടിഫിക്കേഷൻ നമുക്ക് പ്രതീക്ഷിക്കേണ്ടതുണ്ട്. അപ്പോൾ KCB സബ് എഞ്ചിനീയർ യോഗ്യത, അല്ലെങ്കിൽ KCB സബ് എഞ്ചിനീയർ നേടാൻ ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥിയാണെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക, താഴെ കൊടുത്തിരിക്കുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക. ഞങ്ങളുടെ ടീം നിങ്ങളുമായിട്ട് കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ആഗ്രഹിച്ചൊരു സർക്കാർ ജോലി നിങ്ങളിലേക്ക് എത്തുക എന്നുള്ളത് തന്നെയാണ് 2026 എന്ന് പറയുന്നത് വളരെ നിർണായകമായിട്ടുള്ളൊരു വർഷമായിട്ട് നിങ്ങൾ കാണുക. നിങ്ങളുടെ കരിയറും ലൈഫും സെറ്റ് ചെയ്യുന്ന ഒരു സർക്കാർ ജോലിയിലേക്ക് നിങ്ങൾക്ക് എത്താൻ സാധിക്കട്ടെ. അപ്പോൾ കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിന് വേണ്ടിയും നമ്മുടെ എൻട്രി കോഴ്സിൽ ജോയിൻ ചെയ്യുന്നതിന് വേണ്ടിയും താഴെ കൊടുത്തിരിക്കുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക. വിഷ് യു ഓൾ ദ ബെസ്റ്റ്.